പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായ നീക്കും.
അറിയുവാനും മോഹം മധുരമങ്ങി മഹിമയ മറയുവാനെന്താകും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിന്റെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിന്റെയും നാഥായ നീക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിന്റെയും നാഥായ നീക്കും. കർത്താവെ വിശുദ്ധിയെ പുറത്തുകൊണ്ടുവരും ശക്തമായ പ്രവർത്തനങ്ങൾ ജീവിതം അത്ഭുതം പ്രവർത്തിക്കുന്നതുമായ അനേക തുല്യനായി ആളുണ്ട്. അങ്ങ് വലതുകളിലേക്ക് ഭൂമി അവിടെ പിടിക്കുകയും അങ്ങ് വീടെടുത്ത സ്ഥലത്തെ കാരണത്തോടെ അനുഗ്രഹിച്ചു. അങ്ങയുടെ വിശ്വാസത്തിലേക്ക് ശക്തിയാൽ കടന്നവരെ വിളിച്ചു. ഇതിന്റെ ചിന്തകൾ പകർന്നു വച്ചു. ഫരിസ്തീയർ ആകുലരായി, ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിഴികൾ കൊണ്ടു. കാനാനിവാസികൾ മൃദുപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവെ, അങ്ങ് വീടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ വീര്യം കളിക്കാനും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരുത്തിന്റെ ശക്തി അവരെ ശിലാക്കിരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ ഇഷ്ടമായി അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരുണം സ്ഥാപിച്ച ഇഷ്ടമന്ദിരത്തിൽ അവരെ നിർത്തിയിരിക്കും. കർത്താവിനേക്കും രാജാവായി വഹിക്കും. നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വിധം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിന്റെയും നാഥായ നീക്കും.
വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 16-17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരനെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുകയും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സർവചിന്തരെ വഴി പിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സൂസിപാത്രും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയോസ് നിങ്ങൾ വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തോസും സഹോദരനായ ക്വാർത്തോസും നിങ്ങൾ വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗായുഗാന്തരങ്ങളായി നിഗൂഢമായ രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള അമ്മ അവനോട് പറഞ്ഞു, അവൻ 2-3 അളവുകളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളാകുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ശ്രേഷ്ഠമായവളാൽ അനുഗ്രഹിക്കപ്പെടുക. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, 1950 നവംബർ മാസം 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ തൻ്റെ അതിമനോഹരമായ ദൈവം എന്ന ചക്രീയ ലേഖനത്തിലൂടെ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ പ്രഖ്യാപിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിരുനാൾ ദിനമായും പ്രഖ്യാപിക്കുന്നു. ഓർമ്മപ്പെടുത്തലാണ്, ഈ ലോകത്ത് ജീവിച്ച് മഹത്വപൂർണമായ ജീവിതം നയിക്കുന്നവരെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കും എന്ന്. ഇത് 1950 12-ാം പിയൂസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച ഒരു വെളിപാടല്ല, മറിച്ച് അത് ആദിമ ക്രൈസ്തവ സമൂഹം മുതലുള്ള ദേശത്തിലേക്ക് അവളെ അടക്കിയിരിക്കുന്നു. തോമസ് ലീഹായ്ക്ക് അവളെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹം. അവളുടെ കബറിടം തുറന്നു. ആ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി ദൈവത്തിലേക്ക് കണ്ണു ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ അവളുടെ നീല അങ്കി തോമസ് ലീഹായ്ക്കായിട്ട് ഇട്ടുകൊടുക്കുന്നു. അത് വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യ വിശ്വാസമാണ്. ഓർമ്മപ്പെടുത്തലാണ്, ആദിമ ക്രൈസ്തവ സമൂഹം മുതൽ ഈ വലിയ വിശ്വാസത്തിൽ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു എന്നതിൽ വിശ്വസിച്ചിരുന്നതാണ്. ഈ വിശ്വാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, പരിശുദ്ധാമ്മ കൂടെ നിന്നവളാണ്. ജീവിതത്തിലുടനീളം രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകയായി കൂടെ നിന്നവളാണ് പരിശുദ്ധ അമ്മ. അവൾ ദൈവത്തോട് കൂടിയിരുന്നു. വിശുദ്ധമായി ജീവിതം നയിച്ച് രക്ഷാകര വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ദൈവത്തെ കാത്തിരുന്നവളാണ് പരിശുദ്ധ അമ്മ. അവളെയാണ് ദൈവം തെരഞ്ഞെടുക്കുക ദൈവത്തിന്റെ അമ്മയാകുവാനായിട്ട്. ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാമ്മ വിശ്വാസ ബോധ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ സംഭവിക്കട്ടെ എന്ന്. കൂടെ നിൽക്കുകയാണ് ദൈവത്തോട്. ആ പരിശുദ്ധാമ്മ കൂടെ നിൽക്കുകയായിരുന്നു തന്റെ ബന്ധുമിത്രാദികളോടുകൂടി. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാമ്മ ദൈവദൂതന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ഗർഭം ധരിക്കുവാനായി സാധ്യതയില്ലാത്ത എലിസബത്തിന് 6-ാം മാസമാണെന്ന് അറിഞ്ഞപ്പോൾ ബോധ്യത്തോടു കൂടി തിടുക്കത്തിൽ അവൾ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് യാത്ര ചെയ്തത്. ആ കൂടെ നിൽപ്പ് യേശുവിനെ കാണാതായപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ ബന്ധുമിത്രാദികളുടെ കൂടെ കാണും എന്ന വിശ്വാസം. ബന്ധങ്ങളിൽ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. കാനയിൽ കല്യാണ വിരുന്നിലും ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവസ്ഥകളിലേക്ക് ഇടപെടുന്ന പരിശുദ്ധ അമ്മ, കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോയുടെ കൂടെ നിന്നവളാണ് പരിശുദ്ധ അമ്മ. അവൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനെയും മനുഷ്യനെയും പ്രീതിയിലും വളർത്തി എന്ന് മാത്രമല്ല, അപ്പുറത്ത് അവന്റെ ജീവിതത്തിലുടനീളം അവരോടൊപ്പം സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബോധ്യങ്ങളിൽ ഇവൻ ദൈവമാണ് എന്ന ബോധ്യങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഏറ്റവും വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുക ഈശോയുടെ പിതാസകന മരണത്തിന് ശേഷം ചിതറിപ്പോയ ശിഷ്യന്മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സെങ്ങയൂട്ടുശാലയിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന, അവന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന ശിഷ്യ സമൂഹം, അവരുടെ കൂടെ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു. ദൈവജനത്തിന്റെയും കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധാത്മ.
വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പരിശുദ്ധമായ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളും വ്യക്തമായ വിശ്വാസവും നമുക്കുണ്ട്. ഓർമ്മപ്പെടുത്തലാണ് കൂടെ നിന്നവളാണ് പരിശുദ്ധ അമ്മ. ആ കൂടെ നിന്നവളുടെ ജീവിതം മികച്ചതാണ് എന്ന ബോധ്യം, മികച്ചതായിരുന്നു എന്നതിന് സാക്ഷ്യമായിട്ട് ദൈവം പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുക്കുകയായിരുന്നു. ആ വിശ്വാസത്തിന്റെ നിറവിലാണ് പരിശുദ്ധ അമ്മയുടെ സുഖാരോപണത്തിന് നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഓർമ്മപ്പെടുത്തലാണ് നന്മ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സമ്മാനം ദൈവം നമുക്ക് നൽകും എന്ന് കാനായിലെ കല്യാണ ദിനത്തിലും ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവേഷ്ടത്തിനായിട്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ. ആ വാക്കുകളിലാണ്, പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ്, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. ഞാൻ പറഞ്ഞ് അവനെ ഇത് ചെയ്യുകയല്ല, മറിച്ച് അവൻ പദ്ധതിയിലുണ്ടാകും. അവൻ ദൈവമാണ് എന്ന തിരിച്ചറിവിന്റെ നിറവിലാണ് പരിശുദ്ധ അമ്മ പറയുക, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ജീവിതത്തിന്, ശ്രേഷ്ഠമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെങ്കിൽ അവൻ പറയുന്നത് ചെയ്യുവാനായിട്ട്, അവനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചിരിക്കുവാനായിട്ട്, പരിശുദ്ധ അമ്മയെ പോലെ ചിരിക്കുവാനായിട്ട് നമുക്കും സാധ്യതമാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. വാനമേഘങ്ങളിൽ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തവനും വീണ്ടും വരാനിരിക്കുന്നതുമായ മിശിഹായെ യുഗാന്ത്യത്തെ പ്രതീക്ഷ കൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷാദൗത്യത്തെ പ്രതി പ്രവാചകന്മാരിലൂടെ അരുളിച്ചതെല്ലാം പൂർത്തിയാക്കി മോഹത്തോടുകൂടെ ഉന്നതങ്ങളിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായ മിശിഹായെ യുഗാന്ത്യത്തിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യവംശത്തെ മറ്റെല്ലാ സൃഷ്ടികൾക്കും ഉപരി ഉയർത്തുകയും മതത്തിനായ ഞങ്ങൾക്ക് സ്വർഗത്തിലെ നിത്യമായ വാസസ്ഥലം ഒരുക്കുകയും ചെയ്ത മിശിഹായെ മനുഷ്യവംശത്തിന്റെ ആദിഫലമായ നിന്റെ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ശക്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ സ്വർഗ്ഗാരോഹണം ചെയ്ത മിശിഹായെ നിന്റെ സാന്നിധ്യം അനുഭവിക്കാനും സ്വർഗ്ഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ഭരണത്തിനെയും ഉദ്ധാനത്തിന് സാക്ഷികളാക്കുവാൻ ഞങ്ങളെ വിളിച്ച മിശിഹായെ ജീവസാന്നിധ്യത്തിൽ രക്ഷകരമായ സൂചന പ്രഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായ സഭയുടെ നേതാവായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോസ് നാലാമൻ ബാബായെ, ഞാൻ സഭയുടെ പിതാവ് തലവനുമായ വേദാന്ത ബിഷപ്പ് റാഫേൽ മദ്രാബോലിനെ, ഞാൻ മദ്രാബോലിന്റെ വികാരിമാർ ജോസഫ് മദ്രാബോലിനെ, മറ്റെല്ലാ മുദ്രാന്മാരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തന്റെ മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. സെൻറ് മേരീസ് കുടുംബത്തിലെ അംഗങ്ങളെയും മാതൃസംഘത്തിലെ അംഗങ്ങളെയും KCB ചെയ്യുന്ന എല്ലാ അംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഹാരബോധനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉത്ഥാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൽ സ്വർഗവാസികളായ ഇനങ്ങളും അനാഥമായ 10,000 കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ നീക്കി ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുക. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ പെടുന്ന ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തോട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവിടെ വിളിച്ചപേക്ഷിക്കാൻ. സുഖസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
സഹായത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരം ഏറ്റവും കാണുന്ന പുറത്തേക്ക് സകലത്തിലെയും നാഥായ നീക്കും
ഞങ്ങളുടെ